Best actor in leading role, Brahmayugam. Actor, Mammootty. നമ്മളുടെ മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. കേരളത്തിലെ സിനിമാ പ്രേമികളിൽ ഭൂരിഭാഗം പേരും അതിൽ സന്തോഷവാന്മാരാണ്. എല്ലാവരും മമ്മൂട്ടിയെ പുകഴ്ത്തിയൊക്കെ പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട്. മലയാള സിനിമയെ അതുപോലെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച ആളാണ് ഈ മമ്മൂട്ടി, മോഹൻലാല് അങ്ങനെയൊക്കെ പറയുന്നവർ. എന്നുവെച്ചാൽ ഡോക്ടർ അംബേദ്കർ എന്ന സിനിമയിലൊക്കെ മമ്മൂട്ടി അഭിനയിച്ചു. അത് വേൾഡ് വൈഡ് ആൾക്കാരെല്ലാം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ്. ഇപ്പൊ മലയാള സിനിമയിൽ ഓരോരുത്തർ വന്ന് ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നു. പക്ഷെ ഈ മലയാള സിനിമയെ ഇത്രത്തോളം വളർത്താൻ ശരിക്കും കഷ്ടപ്പെട്ട നടന്മാരിൽ മമ്മൂട്ടി, മോഹൻലാല് അങ്ങനെയുള്ള കുറെ പേരുണ്ട്. അവരുടെ സിനിമകൾ കണ്ടിട്ട് അതിനെപ്പറ്റി കമന്റുകൾ പറയുന്ന നാഷണൽ ലെവലിലുള്ള ആൾക്കാർ വരെ ഉണ്ട്. മലയാള സിനിമയെ കണ്ടുപഠിക്കാൻ പറയുന്നു. മമ്മൂട്ടിയും മോഹൻലാലിനെയും കണ്ടുപഠിക്കുവോ, അഭിനയം കണ്ടുപിടിക്കുവോ, അവര് തിരക്കഥ തിരഞ്ഞെടുക്കുന്ന രീതി കണ്ടുപിടിക്കുവോ, അവരൊരു കഥ കേട്ടാൽ ആ കഥയ്ക്കനുസരിച്ച് അവർ കഥാപാത്രങ്ങളായി മാറുമ്പോൾ അത് ഒറിജിനാലിറ്റി തോന്നുന്നു, മറ്റുള്ള സിനിമകളിലൊന്നും ഇങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിന് അസൂയാവഹമായ പ്രശംസകളൊക്കെ നേടിത്തന്നിട്ടുണ്ട് ഈ മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും അങ്ങനെയുള്ള നടന്മാരൊക്കെ. നാഷണൽ അവാർഡ് കഴിഞ്ഞ ദിവസം മമ്മൂട്ടിക്ക് കിട്ടിയിരുന്നു. അപ്പം ഭ്രമയുഗം എന്നുള്ള സിനിമ അത് ഒരു വെറൈറ്റി ആയിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ആ ചിത്രം നമ്മളെല്ലാവരും തിയേറ്ററിൽ പോയിരുന്ന് കണ്ടത്. അപ്പോൾ തന്നെ നമുക്കറിയാം മമ്മൂട്ടിക്ക് അവാർഡുകൾ ലഭിക്കും എന്നുള്ളത്. അപ്പൊ എന്തായാലും ആ സിനിമ നമ്മളെല്ലാം ഒരു പ്രത്യേക ഫീൽഡിലേക്ക് കൊണ്ടുപോയ സിനിമയാണ്. തീർച്ചയായും അതിൽ അവാർഡ് ലഭിച്ചതിൽ, അതുപോലെ മമ്മൂട്ടിക്ക് അവാർഡ് ലഭിച്ചതിൽ നമ്മൾ ഏറെ സന്തോഷിക്കുന്ന സമയമാണ്. അപ്പോഴാണ് നമ്മൾ സലീം കുമാറിന്റെ മകൻ ചന്തു ഇതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ചന്തുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ സലീം കുമാർ മരിച്ച സമയത്ത് ചന്തു അവിടെ ഈ മീഡിയക്കാർക്കെതിരെ എല്ലാം പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തായിരുന്നു. നമ്മളും അവരെ സപ്പോർട്ട് ചെയ്തായിരുന്നു. എന്ന് വെച്ചാൽ മീഡിയക്കാർ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊരു വളമായിട്ട് വെച്ചുകൊണ്ട് ഇപ്പൊ ആർക്കെതിരെ ഞാനെന്തോ വലിയ സംഭവമായി പോയി, ആർക്കെതിരെ എന്തും പറയാം എന്നുള്ള രീതിയിലേക്ക് ചന്തു മാറിയോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. മമ്മൂട്ടിക്ക് എന്തോ ഈ അവാർഡ് കിട്ടിയത് ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെയാണ് ചന്തുവിന്റെ പ്രസ്താവനകൾ. പുരസ്കാരങ്ങൾ രാഷ്ട്രീയപരമായ സൗകര്യത്തിനല്ല, കലാപരമായ മികവിനായിരിക്കണം എന്നാണ് ചന്തു പറയുന്നത്. എനിക്ക് ചന്തുവിനോട് പറയാനുള്ളത്, ചന്തു ഞരമ്പിക്കൂടെ ഓടുമ്പോൾ മമ്മൂട്ടി വരമ്പിക്കൂടെ ഓടിയ ആളാണ്. മലയാള സിനിമയെ മമ്മൂട്ടി, മോഹൻലാൽ എന്നാണ് ഇപ്പോഴത്തെ ജനറേഷനിൽ കൂടുതൽ പേര് മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞാണ് ആദ്യം നമ്മുടെ നാക്കിൽ വരുന്നത്. അല്ലാതെ സലീം കുമാറിന്റെ മകൻ ചന്തുവിന്റെ പേരൊന്നും വരത്തില്ല. ചുരുക്കം ചില ആൾക്കാരുടെ പേരുകൾ നമുക്ക് പെട്ടെന്ന് മലയാള സിനിമ എന്ന് നമ്മൾ ഓർക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരും. പ്രേം നസീർ, മധുസാറ്, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള സലീം കുമാറിന്റെ പേര് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരും. പക്ഷെ ഈ പറയുന്ന സലീം കുമാറിന്റെ മകന്റെ പേര് വരാനുള്ള വലിയ സിനിമകളിൽ അഭിനയിക്കുകയോ വലിയ ഒരു നടനാണെന്നോ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അച്ഛന്റെ കെയർ ഓഫിൽ സിനിമയിൽ വന്ന ഒരാള്, അത്രേ ഉള്ളൂ. അതായത് തന്റെ മികവൊന്നും ഇതുവരെയും തെളിയിക്കാനൊന്നും ഈ പറയുന്ന ചന്തുവിനൊന്നും പറ്റിയിട്ടില്ല. അപ്പം വിമർശിക്കുമ്പോൾ 10 പേര് ശ്രദ്ധിക്കുമല്ലോ. പ്രത്യേകിച്ച് മമ്മൂട്ടിയെ പോലുള്ള ആൾക്കാരൊക്കെ വിമർശിക്കുമ്പോഴേ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ അവാർഡ് ലഭിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ വിമർശിക്കുമ്പോഴേ ഒരുപാട് പേര് ശ്രദ്ധിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ചന്തുവിനൊക്കെ അല്ലെങ്കിൽ എവിടെ ശ്രദ്ധ കിട്ടുന്നത്. അപ്പം ചന്തു ഒന്ന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് ഓരോ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും അത് നിങ്ങളെ അതിന്റെ മലയാളം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പുള്ളി ഇംഗ്ലീഷിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ. 2050 ഒരു കുട്ടി ഇന്ത്യൻ സിനിമയുടെ ചരിത്രം പഠിക്കുകയാണെന്ന് സങ്കല്പിച്ചോണം. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാക്കളുടെ പട്ടിക അവർ വായിക്കുകയും ആദരിക്കപ്പെട്ട എല്ലാ സിനിമകളും കാണുകയും ചെയ്യും. ഓക്കെ, ആയിക്കോട്ടെ. ആ കാലത്ത് ആരായിരുന്നു അധികാരത്തിൽ, രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു എന്നൊന്നും അവർക്ക് അറിയണ്ട. അവർ വിലയിരുത്തുക സ്ക്രീനിൽ കാണുന്ന സിനിമകളോട് മാത്രമായിരിക്കും എന്ന് വെച്ചാൽ 2050 ആകുമ്പോൾ ഈ രീതിയിലൊന്നും ആയിരിക്കത്തില്ല എന്റെ ചന്തുവേ സിനിമ. അത് ഭയങ്കര ടെക്നോളജി ഒക്കെ മാറും. ഈ 10 വർഷത്തിനുള്ളിൽ എത്രമാത്രം ടെക്നോളജികൾ വളർന്നു സിനിമയിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അത് ഒരുപക്ഷെ മികച്ച സിനിമകളെ അവഗണിച്ച് ശരാശരി നിലവാരമുള്ള നിരവധി സിനിമകൾ പുരസ്കാരം നേടിയതായി അവർ കണ്ടെത്തിയാൽ സ്വാഭാവികമായും അവർ ചോദിക്കും എന്തുകൊണ്ട്. പിന്നെ അവർ ചോദിക്കും എന്താ വെച്ചാൽ ഈ അവാർഡ് കൊടുത്ത സിനിമകളെല്ലാം തന്നെ വളരെ മോശമായ സിനിമകളാണ്. ഞാൻ 1-2 സിനിമയിൽ അഭിനയിച്ചിരുന്നു, പക്ഷെ എനിക്കും ആ സിനിമയ്ക്കോ ഒന്നും ഒരു അവാർഡ് തന്നില്ല എന്നുള്ളതാണ്. ഒരു ദേശീയ പുരസ്കാരം കൊടുക്കായിരുന്നു. ജൂറി അടുത്ത പ്രാവശ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ചന്തു അഭിനയിക്കുന്ന സിനിമകളൊക്കെ നിലവാരമുള്ള സിനിമകളും മറ്റുള്ളവർ അഭിനയിക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ അവാർഡിന് പരിഗണിക്കുന്ന സിനിമകളൊക്കെ നിലവാരമില്ലാത്ത സിനിമകളും, അത്രയേ ഉള്ളൂ. ആ ചോദ്യത്തിന് ആളുകൾ നൽകുന്ന മറുപടി പ്രതിഭയേക്കാൾ അധികാര കക്ഷിയുമായുള്ള അടുപ്പമാണ് അവാർഡുകൾക്ക് കാരണം. മനസ്സിലായില്ലേ? അഭിനയത്തിനല്ല. അവിടെ ഇപ്പോൾ ഇന്ത്യയിൽ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഏറെ അടുപ്പം പുലർത്തിയാൽ മതി, അവാർഡൊക്കെ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുമെന്നാണ് പറയുന്നത്.
എന്ന ചരിത്രവും അത് തന്നെയാകും ഓർക്കുക. പിന്നെ ട്രോഫികൾ ഒരുപക്ഷെ എന്നും നിലനിൽക്കും, പക്ഷേ അവ എങ്ങനെ നേടിയതാണെന്ന ചോദ്യങ്ങളും അതുപോലെ നിലനിൽക്കും ഉറപ്പായിട്ടും. ഈ 2050 ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമെന്ന് ചന്തു നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ആ സമയത്ത് സിനിമ കാണുന്ന ഈ അന്നത്തെ ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ, ചന്തുവിനെ ഓർക്കത്തു പോലും ഇല്ല. എന്നുവെച്ചാൽ ഇതുവരെയും ചന്തു അങ്ങനെയുള്ള ഓർക്കാൻ പറ്റിയ സിനിമകളൊന്നും ചെയ്തിട്ടില്ല. ഇതിപ്പം മറ്റൊന്നുമല്ല, ചന്തുവിനോ അല്ലെങ്കിൽ ചന്തുവിന്റെ സിനിമയെ ബന്ധപ്പെട്ട ആർക്കും സിനിമയിലൊന്നും ആർക്കും അവാർഡൊന്നും കിട്ടിയിട്ടില്ല. അതിന്റെ ഒരു ചുരുക്ക് അത് ഇങ്ങനെ അങ്ങ് തീർക്കാം എന്നുള്ള രീതിയിലാണ് അവിടെ പോസ്റ്റ് വന്നത്. പുരസ്കാരങ്ങൾ സർക്കാരുകളെക്കാൾ ദീർഘകാലം നിലനിൽക്കേണ്ടവയാണ്. അവ രാഷ്ട്രീയ സൗകര്യത്തിന്റെ തെളിവല്ല, കലാപരമായ മികവിന്റെ സാക്ഷ്യമായിരിക്കണം. അതുതന്നെ കലാപരമായ മികവിന്റെ സാക്ഷ്യമായതുകൊണ്ടാണല്ലോ മമ്മൂക്കായ്ക്ക് അവാർഡ് കിട്ടിയത്. അപ്പൊ മലയാളത്തില് മമ്മൂട്ടിക്ക് മാത്രമല്ല മറ്റു പലർക്കും അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരാരും കലാപരമായി കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആളല്ല എന്നായിരിക്കാം ഈ ചന്തു ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ചന്തു ഞരമ്പിക്കോട് ഓടുമ്പോൾ മമ്മൂട്ടിയും അതുപോലുള്ള വലിയ വലിയ കലാകാരന്മാരൊക്കെ വരമ്പിക്കോട് ഓടിയവരാണ്. ഈ സിനിമ എന്താണെന്ന് ചന്തു അറിയുന്നതിന് മുമ്പ് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയവരാണ് ഇതൊക്കെ. ആ വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ ചരിത്രം ഈ സിനിമകളെ അവരുടെ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച സൃഷ്ടികളായി ഓർക്കുകയില്ല. പകരം യോഗ്യതയേക്കാൾ അധികാരത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ച കാലത്ത് പുരസ്കാരം നേടിയ സിനിമകളാണെന്നായിരിക്കും അവയെ ചരിത്രം രേഖപ്പെടുത്തുക. ആയിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊക്കെ ഈ അവാർഡ് കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷനാണ്, മറ്റൊന്നുമല്ല. 2050 ഈ നമ്മളെ ഇന്ത്യൻ സിനിമയൊക്കെ എവിടെയായിരിക്കും പോയി നിൽക്കുന്നത്? നമുക്ക് തന്നെ ഇപ്പൊ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകും. ടെക്നോളജി ഒക്കെ നേരത്തെ പറഞ്ഞ വളർന്നു വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിലേ ആയിരിക്കത്തില്ല സിനിമയുടെ പോക്ക്. ആ സമയത്ത് അന്നുള്ള കുട്ടികൾ ഈ പഴയ സിനിമകൾ എടുത്ത് കാണും. ഈ പറഞ്ഞ പോലെ അവാർഡ് കിട്ടിയ സിനിമകൾ ഏതാണെന്ന് അന്നല്ലെങ്കിൽ സിനിമയിലേക്ക് വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ സിനിമയിൽ പ്രഗത്ഭരായവർ അവരൊക്കെ സിനിമയൊക്കെ കാണും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അവരാരും മോശം പറയുന്ന രീതിയിലൊന്നും അല്ല ഈ ഭ്രമയുഗം ഒന്നും എടുത്തു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന കലാകാരനെ ഒരിക്കലും മോശം പറയാൻ അവർക്ക് പറ്റത്തില്ല. പക്ഷേ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ചന്തു എന്താണ് ഈ 2050 വരുന്ന ആ ജനറേഷന് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സിനിമ? അതൊന്നും അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇതുവരെയും അങ്ങനെ സിനിമ ഉണ്ടായിട്ടില്ല, ഇനി മുന്നോട്ട് ഉണ്ടാകുമോ എന്നും അറിയത്തില്ല. സലീം കുമാറിന്റെ ഒന്നും അത്രയും കഴിവ് പോലും ഇല്ലാത്ത ഒരു നടനാണ് ഈ പറയുന്ന ചന്തു. സലീം കുമാറിന്റെ പേരിൽ, സലീം കുമാറിന്റെ മകൻ എന്ന ഒരു ബേസിൽ മാത്രം സിനിമയിൽ വന്ന ആളാ, അല്ലാതെ കഴിവ് തെളിയിച്ചിട്ടൊന്നും സിനിമയിൽ വന്ന ആളല്ല. അപ്പം വിമർശിക്കുമ്പം നോക്കിയും കണ്ടും ഒക്കെ വിമർശിക്കാം. പക്ഷേ അത് മറ്റുള്ളവർ മോശക്കാരനും മോശമായ സിനിമകൾ എടുത്തു വെച്ചു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവാർഡ് കൊടുത്തത് അത് മോശമായ അവാർഡാണ് കൊടുത്തതെന്നും താൻ അഭിനയിച്ച സിനിമയും തനിക്ക് അഭിനയിച്ച സിനിമയ്ക്കും ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് താൻ നല്ല സിനിമയിൽ അഭിനയിച്ച ആൾ മറ്റുള്ളവരൊക്കെ മോശം സിനിമയിൽ അഭിനയിച്ചു അവർക്ക് അവാർഡ് കിട്ടിയത് ഈ രാഷ്ട്രീയത്തിന്റെ കളികളാണ്, അല്ലെങ്കിൽ അവിടെ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുമായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടം പുലർത്തുന്നവർക്ക് കൊടുക്കൂ എന്നൊക്കെ പറയുന്നത് ഇത് വെറും ഈ അല്പന ഇത് കിട്ടിയാല് അർദ്ധരാത്രി കുടപിടിക്കും എന്ന് പറയുമല്ലോ, ആ ഒരു അവസ്ഥയിലാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം, മമ്മൂട്ടിക്കും BJPക്കുമായിട്ട് എന്താ ബന്ധം? ഇവിടെ മമ്മൂട്ടിയുടെ വീട്ടിൽ ഈടി കയറി ഇറങ്ങുക, മറ്റൊന്നുമല്ല വണ്ടിയുടെ കേസ് കേട്ട് ഈ ദുൽഖർ സൽമാന്റെ. മമ്മൂട്ടി ഒരു നേരെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇടതുപക്ഷ അനുഭാവിയാണെന്ന് നേരെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയതിന് BJPക്കാരനായതുകൊണ്ടാണോ അതോ ഇടതുപക്ഷക്കാരനായതുകൊണ്ടാണോ? ഇപ്പം BJPയെ മമ്മൂട്ടി സപ്പോർട്ട് ചെയ്തതായിട്ട് എവിടെയും കാണുന്നുണ്ടോ? അപ്പം വേറെ കാര്യമുണ്ട്, ഇടതുപക്ഷ അനുഭാവിയാണെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടേതായ രാഷ്ട്രീയ നിലപാടുകൾ പറയാറുണ്ട്. ചില ആക്ടർമാരെ പോലെ രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച് അല്ലെങ്കിൽ മതം തലയ്ക്ക് പിടിച്ച് ഒന്നും പറയുന്ന ആളല്ല ഈ പറഞ്ഞ മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ. അവരെന്ന് വെച്ചാൽ അവരുടെ നിലപാടുകൾ പറയാറുണ്ട്. അവരൊരു പാർട്ടിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അത് ശരിയല്ല എന്ന് തോന്നിയാണെന്നിടത്തല്ല അവർ ശരിയല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ പല സംഭവങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പം മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയത് BJP അനുകൂലിച്ചുകൊണ്ടൊന്നും അല്ലല്ലോ. ഇത് വേറൊരു രീതിയിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ അറ്റൻഷൻ കിട്ടണം. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഷൻ കിട്ടും, എല്ലാവരും ശ്രദ്ധിക്കും. മനസ്സിലായില്ലേ? ഞാൻ എന്തോ ഈ ചന്തു എന്ന് പറഞ്ഞിട്ട് നടൻ ഇവിടെ ഇരിപ്പുണ്ട് എന്നുള്ളത് വെച്ചാൽ ഇപ്പൊ ചന്തുവിനെ കുറിച്ച് ആരും സംസാരിക്കുന്നൊന്നും ഇല്ലായിരുന്നു. അന്ന് സലീം കുമാറിന്റെ ആ ഒരു വിഷയം വന്നപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു എന്നുള്ളതല്ലാതെ പിന്നെ എവിടെ ശ്രദ്ധിക്കാനാ? എന്ത് നടന്നു? നല്ല സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പം മമ്മൂട്ടിയെ കയറി അങ്ങ് വിമർശിക്കാൻ നമുക്കറിയാം പരോക്ഷമായിട്ട് മമ്മൂട്ടിക്ക് തന്നെയാണ് കൊള്ളുന്നത് എന്നുള്ളത്. അപ്പം മമ്മൂട്ടിയെ കയറി വിമർശിക്കാനൊന്നും എന്റെ പൊന്ന് ചന്തുവേ നീ ആയിട്ടില്ല. ഇതിനെക്കുറിച്ച് കുറച്ച് കമന്റുകൾ ഈ വീഡിയോയ്ക്കൊക്കെ താഴെ, ഈ ന്യൂസിന് താഴെ വന്നിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. സലീം കുമാറിന്റെ മകനായതുകൊണ്ട് മാത്രം സിനിമയിൽ നിനക്ക് എന്ത് യോഗ്യത ഉണ്ട് അഭിനയത്തെക്കുറിച്ച് സംസാരിക്കാൻ? കറക്റ്റ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, സലീം കുമാറിന്റെ മകനായതുകൊണ്ട് സിനിമയിൽ വന്ന ആളാണ്. അല്ലെങ്കിൽ എന്ത് യോഗ്യതയാണ് സിനിമയിൽ വരാൻ ഈ ചന്തുവിനുള്ളത്? ശരിയല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ കമന്റ് നിങ്ങൾ പ്രത്യേകം കേൾക്കണം. അത് ശരി, മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം കിട്ടിയത് പുള്ളി BJP ആയതുകൊണ്ടാണ് എന്നാണോ? പിന്നെ 2010 മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ രാജ്യം ഭരിക്കുന്ന കാലത്ത് ആദമിന്റെ മകൻ അബുവിലെ അഭിനയത്തിന് സലീം കുമാറിന് ദേശീയ പുരസ്കാരം കിട്ടിയത് പുള്ളിക്കാരൻ കോൺഗ്രസ് ആയതുകൊണ്ടാണോ? അല്ല, പുള്ളി മരണം വരെ കോൺഗ്രസ് ആയിരുന്നല്ലോ, അങ്ങനെ ഒപ്പിച്ചെടുത്തതാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ചന്തു ഈ അവാർഡിനെ വിമർശിക്കുമ്പോൾ അവിടെ മുന്നേ കിട്ടിയ അവാർഡ് 2010
ഈ പറയുന്ന സലീം കുമാറിന് കിട്ടിയ അവാർഡ് വരെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അത് ഇനി സലീം കുമാർ കോൺഗ്രസ് ആയിരുന്നത് കൊണ്ടാണോ അത് കിട്ടിയത് എന്നുവെച്ചാൽ, ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണെന്ന് സലീം കുമാർ എല്ലാ വേദികളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ അവാർഡ് അങ്ങനെ ഒപ്പിച്ചെടുത്തതാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം സ്വന്തം അച്ഛന് കിട്ടിയ ദേശീയ പുരസ്കാരത്തെ പോലും സംശയത്തിന്റെ നിഴലിൽ നിർത്തി മൺമറഞ്ഞു പോയ അച്ഛനെ അപമാനിക്കുന്ന പുത്രൻ എന്ന് വരെ കമന്റുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ആൾക്കാർ കുത്തിപ്പൊക്കിക്കൊണ്ട് വരും. എന്ന് വെച്ചാൽ അതുപോലൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ചന്തു പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ പിടിപാടുള്ളവർക്ക് മാത്രമേ അവാർഡുള്ളൂ. അപ്പോൾ ചോദിക്കുന്ന ന്യായമായ കാര്യമല്ലേ, ആദമിന്റെ മകൻ അബുൽ അഭിനയിച്ചതിന് ഈ പറഞ്ഞ സലീം കുമാറിന് അവാർഡ് കിട്ടിയതും കോൺഗ്രസ് ഭരിച്ചത് കൊണ്ടാണോ? മറ്റൊരു കമന്റുണ്ട്, നിന്റെ പല പടങ്ങളും കണ്ടിട്ടുണ്ട്, തുറന്നു പറയാമല്ലോ, നിനക്ക് നീ അഭിനയിച്ച ഒരു സിനിമയിലും നിന്റെ മുഖത്തോ ശരീരഭാഷയിലോ കാൽ കാശിന് അഭിനയം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ നീ സിനിമാ ലോകത്ത് എത്തിപ്പെടുമായിരുന്നില്ല. കാരണം ഇതുവരെ നീ കഴിവ് തെളിയിച്ചിട്ടില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്ത് കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചന്തു സലീം കുമാർ എന്ന് പറയുന്ന വ്യക്തി സിനിമയിൽ വന്നത്? വലിയ അഭിനയം കാഴ്ചവെച്ചിട്ടോ, വലിയ വലിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ അഭിനയിച്ചിട്ടോ, അല്ലെങ്കിൽ നല്ല ക്യാരക്ടറുകൾ ചെയ്ത് ജനങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പോലെ ക്യാരക്ടർ ചെയ്തിട്ടൊന്നും അല്ലല്ലോ. ഈ പറയുന്ന സലീം കുമാറിന്റെ മകൻ എന്നുള്ള ലേബലിലാണല്ലോ ഈ അവസരങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ ഇനി തെളിയിക്കുമോ എന്നോ അറിയത്തില്ലെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നീ സിനിമാ രംഗത്തുള്ളത്, നിനക്ക് സിനിമകൾ കിട്ടുന്നത് പ്രശസ്ത നടൻ സലീം കുമാറിന്റെ മകൻ എന്ന ലേബലിൽ മാത്രമാണ്. 100% ശരിയായ കമന്റ്. അല്ലാതെ ഇപ്പം പ്രൊഡ്യൂസർമാരൊക്കെ പോയി അല്ലെ ഡയറക്ടർമാരൊക്കെ പോയി ക്യൂവിൽ നിന്നുകൊണ്ട് ഒരു വലിയ അഭിനേതാവാണ്, ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഈ ക്യാരക്ടറിന് പറ്റിയ ആൾ ഈ പുള്ളി തന്നെയാണ്, അല്ലാതെ വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആരും ക്യൂ ഒന്നും നിൽക്കുന്നില്ല. ഇതിൽ നല്ല അഭിനയിക്കുന്നവരൊക്കെ വെളിയിലുണ്ട്. അവരുടെ ചാൻസ് എല്ലാം കളഞ്ഞിട്ടാണ് ഈ പറയുന്ന സലീം കുമാറിന്റെ മകന് ചാൻസ് കൊടുക്കുന്നത്. അച്ഛന്റെ പേര് കൊണ്ട് സിനിമയിൽ വന്ന് ഫീൽഡിൽ ഇൻ ആകാതെ ഇന്നത്തെ കോണം കൊണ്ട് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നു. ആദ്യം നീ ഉണ്ടാക്കടാ നിന്റെ അച്ഛന്റെ പേരിൽ, അല്ലാതെ നിലയും വിലയും. എന്നിട്ട് പറ, ഇങ്ങനെ നക്കിയാലാണ് അവസരം കിട്ടുകയെങ്കിൽ അത് വായിക്കോളാൻ. ചുരുക്കം പറഞ്ഞാൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഇപ്പം പടമൊന്നും ഇല്ല, ഇപ്പൊ ചുമ്മാ ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു അറ്റൻഷനൊക്കെ കിട്ടും, 4 പേര് ശ്രദ്ധിക്കും. പിന്നെ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ മമ്മൂട്ടിക്കെതിരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിനകത്ത് രാഷ്ട്രീയമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലരൊക്കെ, ഇപ്പം നമ്മൾ തന്നെ അമ്മയുടെ സംഘടനയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിനിമയിലേക്കും കൂടെ വരുന്നുണ്ട്. ഈ ജാതി മത വ്യത്യാസമൊക്കെ നമുക്ക് അമ്മയുടെ ആ സംഘടനയിലെ മീറ്റിങ്ങും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചിലപ്പം ഈ ചന്തുവിനൊക്കെ അവസരം കൊടുക്കാൻ ചാൻസ് കൂടുതലാണ്. എന്ന് വെച്ചാൽ മമ്മൂട്ടിയെ വിമർശിക്കുന്നു, രാഷ്ട്രീയത്തെ വിമർശിക്കുന്നു. പിന്നെ 2050 കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ 2050 കാര്യങ്ങൾ പറയുമ്പോൾ ഒരാളെ കമന്റ് ഇട്ടിരിക്കുകയാണ്, നിന്നെ പോലെ ഒരു കഴിവില്ലാത്തവൻ എങ്ങനെ സിനിമയിൽ വന്നു എന്നും ആളുകൾ അന്ന് സ്റ്റഡി ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ സ്റ്റഡി ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരാളെ ഓർക്കണ്ടേ? ഇങ്ങനെ ഒരാൾ സിനിമയിൽ ഉണ്ടായിരുന്നാൽ അവർ ഓർത്താൽ ചിലപ്പോൾ അവർ സ്റ്റഡി ചെയ്യുമായിരിക്കാം. അങ്ങനെ സ്റ്റഡി ചെയ്യുമ്പം അവരും സ്റ്റഡി ചെയ്യും, ഇത് ആരുടെ മകനാണ്. അല്ലെങ്കിൽ ഈ അഭിനയം കാണുമ്പോഴത്തേക്ക് വലിയ വലിയ അഭിനേതാവാണല്ലോ, ഈ അഭിനയം കാണുമ്പോഴത്തേക്ക് ചിലപ്പം ഇവനാടാ ഇവനെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവരെടുത്ത് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ സലീം കുമാറിന്റെ മകനാണെന്ന് മനസ്സിലാവും. അപ്പോൾ അവർക്ക് മനസ്സിലാവും, ഇത് മറ്റേ രീതിയിലൊന്നുമല്ല, സലീം കുമാറിന്റെ മകൻ എന്നുള്ള രീതി സിനിമയിൽ കയറിയതാണെന്ന് അവർക്കും മനസ്സിലാവും. എന്തായാലും ഇത്രയൊക്കെ കേൾക്കേണ്ട വല്ല ആവശ്യമുണ്ട്? ചന്തു ഈ പറയുന്നത് പോലെ വലിയൊരു അഭിനയം ഒന്നും കാഴ്ചവെച്ചിട്ടില്ല. അവാർഡ് കിട്ടാനുള്ള ഒരു സിനിമയിലും അവാർഡ് കിട്ടാനുള്ള ഒരിതും കാണിച്ചിട്ടില്ല. ഈ നിരൂപക പ്രശംസ കിട്ടിയ പടമാണ് കിഷ്കിന്ധ കാണ്ഡവം. ഈ സിനിമ ഈ അവാർഡ് ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. അപ്പൊ ഇതിനെതിരെയാണ് ചന്തു ഏറ്റവും കൂടുതൽ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരു അറ്റൻഷൻ കിട്ടാണ്, എല്ലാവരും എന്നെ മറന്നിട്ടില്ല, ഞാൻ ചന്തു എന്നൊരാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാത്രമേ എനിക്കും ഇത് തോന്നിയിട്ടുള്ളൂ. പക്ഷെ പറയേണ്ടത് നമ്മൾ പറയണമല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ അവൻ ഞരമ്പിക്കൂടോടൊപ്പം മമ്മൂക്കായും മോഹൻലാലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഞരമ്പിക്കൂടെ ഓടിയവരാണെന്ന് ചന്തു ഓർത്താൽ നല്ലത്. അതുപോലെ തന്നെ മറ്റൊരാൾ കമന്റ് ഇട്ടിരിക്കുകയാണ്, യെസ് മമ്മൂട്ടി ഈസ് എ സീനിയർ BJP ലീഡർ, പോടാ ഫ്രസ്ട്രേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും ശരിക്കും കേൾക്കുന്നുണ്ട് കേട്ടോ. ചുമ്മാ വീട്ടിൽ ഇരിക്കുമ്പോഴാണെങ്കിലും കമന്റൊക്കെ വായിച്ചിരുന്നത്. അതുപോലെ നല്ലൊരു മഹാനടനാണ് ഈ സലീം കുമാർ എന്ന് പറയുന്നത്. നല്ലൊരു നടൻ തന്നെയാണ്. അവാർഡുകൾ പലതും വാരിക്കൂട്ടിയിട്ടുണ്ട്, അവാർഡിനുള്ള അഭിനയം കാഴ്ചവെച്ചിട്ടുമുണ്ട്. ആ സലീം കുമാറിന്റെ പേരും കൂടെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ചന്തു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇനിയിപ്പോ പല ചാനലുകാരും പോവും, ചന്തുവിനെ ഇന്റർവ്യൂ എടുക്കും, പല ഓൺലൈൻ ചാനലുകാരും പോവും, ചന്തുവിനെ ഇന്റർവ്യൂ എടുക്കും. അപ്പൊ ലൈവായിട്ടൊന്ന് നിറഞ്ഞു നിൽക്കാം മീഡിയയിലൊക്കെ. ഐഡിയ കൊള്ളാം. പക്ഷെ അത് മമ്മൂക്കാടെയും മോഹൻലാലിന്റെയും ഒക്കെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാണ് ചന്തു നിന്റെ പോക്കെങ്കിൽ അത് ചിലപ്പം ഇവിടുത്തെ ഫാൻസുകാരൊന്നും സമ്മതിച്ചു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഫാൻസുകാരെന്നല്ല, ഈ സിനിമയെ ഇഷ്ടപ്പെടുന്നവർ, മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവരുടെ കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവരൊന്നും ഒരിക്കലും അംഗീകരിച്ചു തരുന്നില്ല. അതുപോലെ തന്നെ ഭ്രമയുഗം, ആ സിനിമ കണ്ടവർക്കറിയാം അതിന്റെ മേക്കിങ്, അത് നമ്മളെ വേറൊരു തലത്തിലേക്കാണ് നമ്മളെ ആ സിനിമ കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന് അവാർഡ് കിട്ടുമ്പോൾ നമ്മൾ മലയാളികൾ എന്ന രീതിയിൽ നമ്മൾ അഭിമാനിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ വന്നിട്ട് തമ്മിത്തല്ലുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചന്തുവിനെ പോലുള്ളവരെ ഒഴിവാക്കി നിർത്തണം എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.